അധ്വാനത്തിന്റെ മഹത്വവും നാടിനോടുള്ള പ്രതിബദ്ധതയും ഒരേ സമയം നെഞ്ചിലേറ്റിയ ഒരു കാസർഗോട്ടുകാരൻ +1 വിദ്യാർത്ഥിയുടെ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. അവധിക്കാലത്ത് വെറുതെ ഇരിക്കാതെ സ്വന്തം പോക്കറ്റ് മണി കണ്ടെത്താനായി വീടുകളിലെ വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനും അതോടൊപ്പം തന്നെ നാടിന്റെ പൊതുവഴികളും പൊതുസ്വത്തുക്കളും സ്വയം മുൻകൈയെടുത്ത് ശുചീകരിച്ച് പരിപാലിക്കാനും ഇറങ്ങിത്തിരിച്ച കാസർഗോഡ് പാലാവയൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീസൺ എന്ന മിടുക്കൻ ഇന്ന് കേരളത്തിൽ വലിയൊരു മാതൃകയാണ്. താൻ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെല്ലാം ജീസൺ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ നിരന്തരം ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കാറുണ്ട്. നാടിന് ഉപകാരപ്രദമായ രീതിയിൽ ഈ വിദ്യാർത്ഥി നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ ദൃശ്യങ്ങൾ ജീസന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വൈറലായതോടെയാണ് സംസ്ഥാന ജലവിഭവ ഭവന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചതും ജീസനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതും. ഹലോ ജിസാം, എല്ലാവിധ അഭിനന്ദനങ്ങളും. ഞാൻ നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് ചുമതലയേറ്റ ജലവിഭവ മന്ത്രിയാണ് മോൻസ് ജോസഫ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടു എന്റെ സുഹൃത്തുക്കളും നമ്മുടെ സ്റ്റാഫിൽപ്പെട്ടവരും ഒക്കെ അത് കാണിച്ചത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? +1 ആണോ +2 ആണോ? ഇനി +1ലേക്ക്. +1ലേക്ക്. ആക്ച്വലി എന്റെ പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോയേ. പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് ചെയ്യാൻ പോയത്. എന്തായാലും അത് ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കണ്ടു. അതിലുപരി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ കേരളത്തിലാണെങ്കിൽ ഇത് ചെയ്യാൻ ആരും തയ്യാറായില്ല. ഇവിടെ ആരും ചെയ്യില്ല. ഇവിടെ എല്ലാരും മടിച്ചിരിക്കുകയാണ്, മോശമാന്നുള്ളതില്ല. അപ്പൊ അതിനകത്ത് ജീസൺ കയറി വലിയൊരു മാതൃക കാണിച്ച് സ്റ്റേറ്റിലെ മുഴുവൻ കുട്ടികൾക്ക് ഇത് മാതൃകയാണ്. അപ്പം ജിസനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജിസന്റെ മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. കണ്ണൂരിൽ എവിടെയാ? ഇത് കാസർഗോഡ് ജില്ലയില് പാലാവേൽ എന്ന് പറയും. പാലാവയൽ. പിന്നെ നമ്മുടെ കോട്ടയത്തു നിന്നല്ല ഒത്തിരി പേര് കുടിയേറിയ സ്ഥലം പാലാവയൽ. ഏത് സ്കൂൾ അവനെ? പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മാതാപിതാക്കളുണ്ടോ ഇപ്പൊ കൂടെ? ഇപ്പൊ പേരൻസ് ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും അവരോട് പറയണം, ഞാൻ വിളിച്ചു എന്ന് പറയണം. നേരത്തെ PWD മന്ത്രിയായിരുന്നു, ഇപ്പൊ വാട്ടർ റിസോഴ്സിന്റെ മിനിസ്റ്ററാണ്. ഞാൻ നമ്പർ നോട്ട് ചെയ്തോളാം. എപ്പോഴെങ്കിലും കാസർഗോഡ് വരുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം. അന്നേരത്തേക്കും കാണാം. അന്നേരം ഒരു അഭിനന്ദനം തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ. സാധാരണയായി വിദ്യാർത്ഥികൾ ഇത്തരം ജോലികൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന കുട്ടികളുടെ അതേ ആത്മവിശ്വാസത്തോടെയും സ്വയം പര്യാപ്തതയോടെയും മുന്നോട്ട് വന്ന ജീസനെ മന്ത്രി ഫോൺ കോളിലൂടെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും അവന്റെ ഈ നിലപാട് സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും വലിയൊരു പ്രചോദനമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീസന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ഈ മാതൃകാപരമായ തീരുമാനത്തെ പ്രശംസിച്ച മന്ത്രി മോൻസ് ജോസഫ് അടുത്ത തവണ കാസർഗോഡ് സന്ദർശിക്കുമ്പോൾ ഈ മിടുക്കനെ നേരിട്ട് വന്ന് കാണുമെന്ന ഉറപ്പോടെയും ഹൃദ്യമായ ആശംസകളോടെയുമാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.